ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കൊല്ലത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോ തുടങ്ങുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗാർഡനൊക്കെ എല്ലാവരും കണ്ടില്ലേ? എൻ്റെ ബാക്കിയുള്ള ഗാർഡനും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വെട്ടി പുല്ലൊക്കെ ഇപ്പം നല്ല പച്ചപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബോഗൺവില്ലയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അതാണ് പാർട്ട് 1 ഞാൻ കാണിച്ചിരുന്നത്. ഈ ഭാഗമൊക്കെ ആയിരുന്നു. അപ്പം അത് കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പം നമ്മൾ ഇവിടെയായിരുന്നു നിർത്തിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡീനിയം ആണ് സെറ്റ് ചെയ്തത് കേട്ടോ. ഈ അഡീനിയത്തിൻ്റെ ഇവിടെ ഒരു പില്ലറും ഉണ്ട്, ഈ ഭാഗത്തും ഒരു പില്ലറുണ്ട്. അതിൻ്റെ മുകളിൽ 2 ചട്ടിയിൽ അഡീനിയം വെച്ചു. പിന്നെ ഈ 2 പില്ലറിൻ്റെയും ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ഞാനൊരു പാത്തിയിൽ 10 മണിയാണ് സെറ്റ് ചെയ്തത്. ഈ പാത്തി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൗണ്ടുള്ള പൈപ്പ് ഉണ്ടല്ലോ, അത് ഇവിടെ വേസ്റ്റായി കിടന്നിരുന്നു. അത് വെച്ചിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സി എന്നുള്ള ഒരു റൗണ്ട് കൊടുത്തിക്കുക കേട്ടോ അവിടെ. അപ്പോൾ പാത്തി അവിടെ സെറ്റ് ചെയ്തു. അതിൻ്റെ താഴെ നമ്മൾ ഇതുമാതിരി ഇതിപ്പോൾ കേട് വന്നിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക്കൊക്കെ പൊട്ടി പൊഴിഞ്ഞു. അപ്പോൾ അതിൽ അഡീനിയം വെച്ചു. അപ്പോൾ ഇവിടെ 2 ഭാഗത്ത് അഡീനിയം, താഴെ അഡീനിയം, നടുക്ക് നമ്മുടെ 10 മണി. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഇവിടുന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഞാനൊരു ബോക്സ് മാതിരി ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൻ്റെ അവിടെ അതിൻ്റെ മുകളിലുണ്ടല്ലോ നീളത്തിൽ സ്ക്വയറിലുള്ളൊരു ചട്ടിയുണ്ട്. അതിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു പ്ലേറ്റ് കേട്ടോ. അത് ഞാനിപ്പോൾ ഇതിന് സെറ്റ് ചെയ്തതാണ്. ഈ പ്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ ഒഴിവാക്കി ചട്ടി നിരക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ 10 മണി നട്ടു കൊടുത്തു. ഇങ്ങനെ പ്ലേറ്റിൻ്റെ മുകളിൽ ചട്ടി വെച്ചുകൊണ്ട് ഈ ചട്ടിയൊന്നും മറിഞ്ഞ് താഴത്തേക്ക് വീഴില്ല, പൂച്ചൊക്കെ ചാടിയാലേ. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തത് കേട്ടോ. ഇവിടെ നല്ല വെയിലുമാണ്. അപ്പോൾ ഇത് നിറയെ പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഈ സൈഡിൽ റെയിൻ ലില്ലിയാണ് നട്ട് കൊടുത്തത്. ഇത് ഓൺലൈനിൽ മേടിച്ച കിഴങ്ങാട്ടോ. പൂവിട്ടിരുന്നു, ഇപ്പം അതിൽ പൂവില്ല. അപ്പോൾ അത് ആ ചട്ടിയിൽ ഓരോന്നിലും ഓരോ കിഴങ്ങാക്കി വെച്ചിട്ട് ആ ഫുള്ളും നിരയായിട്ട് റെയിൻ ലില്ലി. പിന്നെ ഈ ഭാഗത്തേക്ക് യൂഫോർബിയാണ് വെച്ചത്. ഇത് നല്ല മുള്ളാണല്ലോ. അപ്പം ഞാൻ മതിലിൻ്റെ നേരെ മുകളിൽ കയറ്റി വെച്ചത്. അപ്പോൾ ആ ഭാഗത്തേക്ക് മുള്ള് തട്ടില്ല. അപ്പുറത്തേക്ക് താഴ്ചയാണ് തറവാടിൻ്റെ ഭാഗം. അപ്പോൾ അവിടെ ഫുള്ളും യൂഫോർബിയ. ഇതൊക്കെ നിറയെ പോയത്. യൂഫോർബിയേൻ്റെ പ്രത്യേകത അറിയാലോ, പിന്നെ കുറേ കാലം നിൽക്കും അതിൻ്റെ പൂവ്. ഈ യൂഫോർബിയനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദോഷങ്ങളും അതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിശദമായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. ഇനി ബോക്സിൻ്റെ ഉള്ളിലാണ് ഞാൻ റോസ് നട്ടത്. ആ അറ്റം മുതൽ ഈ അറ്റം വരെ റോസാണ്. ലോണ് വെട്ടുമ്പോഴുള്ള ആ പുല്ലിൻ്റെ ബാക്കി കേട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടുകൊടുത്തത്. അപ്പം നല്ല തണുപ്പും കിട്ടും, കിള വരാനും പ്രയാസമാണ്. അപ്പോൾ അത് അവിടെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് നാടൻ റോസാണ്. പിന്നെ 1-2 റോസ് കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇത് അത്ര ഇതളൊന്നുമില്ല കേട്ടോ ഈ റോസിന്. അപ്പോൾ 1-2 പൂവുണ്ടായിൽ. പിന്നെ ഈ ഒരു പീച്ച് കളറുള്ള റോസ്, പിന്നെ ഇത് ബട്ടൺ റോസ്. അങ്ങനെയുള്ള റോസുകളാണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളത്. ഈ കാണുന്നത് ഒരു മഞ്ഞ പൂവുണ്ടാവണ ഒരു പടർന്ന് നിൽക്കുന്ന ചെടി കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൽ പടർത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫുള്ളും ബോൾസം ചെടികളാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പം അതിലൊന്നും പൂവില്ല, പൂവായി വരുന്നേ ഉള്ളൂ. വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൂവായി ഓരോ മുട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ ഫുള്ളും ബോൾസം. പിന്നെ ഇത് നമ്മുടെ പാടത്തൊക്കെ കാണുന്ന വയലറ്റ് പൂവുണ്ടാവണ ഇതാട്ടോ. പിന്നെ മിക്സഡ് ആയിട്ടുള്ള കുറച്ച് ചെടികളൊക്കെയാണ്. ഇതൊന്നും ഒക്കെ ഓരോന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുള്ളും അങ്ങനെ ഒറ്റയ്ക്കുള്ള ചെടികളാണ് വെച്ച് കൊടുത്തത് കേട്ടോ. ഇതിപ്പോൾ ഈ പിൻഭാഗം കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ. അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചെടികളൊക്കെ വെച്ചത്. ഇനി ഇതൊക്കെ കുറേ ആകുമ്പം ഞാൻ ഇതെല്ലാം ഒരു ഭാഗത്ത് ഫുള്ളും സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഒറ്റയ്ക്കുള്ളത്, ഒരു തൈയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ചില ചെടികൾ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇവിടേക്ക് വെച്ചത്. കുറച്ച് ഒരു കാണാൻ ഭംഗിയില്ലാത്തതൊക്കെ. ഇതിപ്പോൾ നേഴ്സറിയിൽ നിന്ന് കിട്ടിയൊരു വെറൈറ്റി കേട്ടോ. ഇത് ഒരു വെറ്റിലേൻ്റെ മാതിരി, പക്ഷേ അതിൽ വെള്ള ഒരു ലൈനും കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കോഴിക്കോടുള്ളത്. പിന്നെ കുരുമുളക്, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇനി നമുക്ക് മുറ്റത്തേക്ക് തന്നെ പോവാം. അങ്ങനെ ഈ മുറ്റത്തൊരു പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്ലാവ് മുറിച്ചപ്പോൾ അവിടെ ഒരു റൗണ്ടായി. അപ്പോൾ ഞാൻ അതൊരു ബോക്സ് ആക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ
ഈ കണ്ണമ്പൂവ് നട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു നാരകത്തിൻ്റെ തൈയും കൂടി ഉണ്ട് കേട്ടോ, ചെറുനാരങ്ങ. അത് ബഡ് ചെയ്ത തൈ വാങ്ങിച്ചതാട്ടോ. അതിലിപ്പോൾ ചെറുനാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു 4-5 എണ്ണം പറിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ചെറുനാരങ്ങ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളും ജമന്തി കേട്ടോ. പിന്നെ ഇവിടെ വിങ്കല്ലേ, നമ്മുടെ പണ്ടത്തെ ശവനാറിപ്പൂവ്, അത് പിങ്കേ ഉള്ളൂ കേട്ടോ എൻ്റെ അടുത്ത്. പിന്നെ ഇവിടെ തെങ്ങുണ്ട്, അപ്പോൾ അതിന് ചുറ്റും കെട്ടിയിട്ട് ഇവിടെ ഫുള്ളും ഓർക്കിഡാണ് സെറ്റ് ചെയ്തത്. ഒരു പൈപ്പിൽ ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ ഈ തെങ്ങിൻ്റെ മുകളിലുണ്ട്, മറ്റേ പൈപ്പിൻ്റെ മുകളിൽ ഓട്ടയാക്കിയിട്ടാണ് അതിൽ കുത്തി കൊടുത്തത് കേട്ടോ. ഇത് തെങ്ങിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തതാണ്. ഇത് ഡാൻസിങ് ഗേളാണ്, മഞ്ഞ പൂവാണ് ഇതിനെ. ഇതിലെപ്പോഴും നിറയെ പൂവുണ്ടാവും. പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നാണ് നമ്മുടെ ചെമ്പരത്തീൻ്റെ ചട്ടികളൊക്കെ വെച്ചത് കേട്ടോ. ഇതിൽ മഞ്ഞ ചെമ്പരത്തി ഉണ്ട്, ചുവപ്പുണ്ട്, വെള്ളമുണ്ട്, മുളക് ചെമ്പരത്തി ഉണ്ടല്ലോ അത്, അങ്ങനത്തെ ചെമ്പരത്തികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് എണ്ണത്തിലൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്കിപ്പോൾ കാണാം. ഇത് കണ്ടില്ലേ, ഇത് ചുവപ്പും പിന്നെ മഞ്ഞ അറ്റത്തുണ്ട്. ഇത് പണ്ടുണ്ടായിരുന്ന ഒരു ചെമ്പരത്തിയില്ലേ, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടത് അത്. പിന്നെ വേറെ ഇതാ, ഇത് കുറച്ച് വലിപ്പമുള്ള പൂവാട്ടോ. ഇതൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത് കുറേ ആയി എൻ്റെ കയ്യിൽ. പിന്നെ ഇതാണിപ്പോൾ ഇവിടെ നിന്നുള്ള ലുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഈ തൂങ്ങിക്കിടക്കുന്ന ചെടി എന്താണെന്ന് മനസ്സിലായോ? ഇതിൽ തീപ്പൊരി ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞ ചെടിയാണ്. അതാണ് ഞാൻ പാത്തിയിൽ ഇതിൽ ഫുള്ളും സെറ്റ് ചെയ്ത് കേട്ടോ. ഇത് മഴവെള്ളപ്പാത്തി, ഇത് പുതിയത് വാങ്ങിച്ചത് തന്നെയാണ്, പഴയതല്ല. ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളും തുണിത് നിറച്ച് ചുവന്ന പൂക്കളായിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെ. ഈ ചെടിയുടെ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. ഈ ചെമ്പരത്തീൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് പെൻഡാസിൻ്റെ ചട്ടികൾ വെച്ചിരുന്നു കേട്ടോ. ചുവപ്പ്, പിങ്ക്, വൈറ്റ് അങ്ങനത്തെ കുറച്ച് ചെടികൾ 4-5 കളറാണ് എൻ്റെ അടുത്തുള്ളത്, പെൻഡാസ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഫുള്ളും പെൻഡാസ് ചെടികളാണ്. പിന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചട്ടിയിൽ ഞാൻ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഈ കാണുന്നത് കണ്ടില്ലേ, ഓരോ റൗണ്ടിലും ഓരോ ചെടികൾ വെച്ചിരിക്കുകയാണ്. പിന്നെ ആ വലിയ ചട്ടിയിൽ അല്ല വെച്ചത്, വലിയ ചട്ടീൻ്റെ ഉള്ളിൽ കമ്പി കൊണ്ടുള്ള നെറ്റ് ഉണ്ടാവുമല്ലോ, അത് റൗണ്ടിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ടാണ് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തത്. ചട്ടീൻ്റെ ഉള്ളിൽ ഈ ചെടി കേട്ടോ വെച്ചത്. ഇതിന് പുമേറിയ എന്നാണ് ഇതിൻ്റെ പേര്. കൂട്ടം കൂടി ഉണ്ടാവുന്ന ഒരു വെള്ള കളറിലുള്ള പൂക്കൾ അതിലുണ്ടാവുക. ഇവിടെ നമ്മുടെ ടർട്ടിൽ വൈൻ ഞാൻ കിഴി കെട്ടി വെച്ചാൽ കേട്ടോ. വലേൻ്റെ ഉള്ളിൽ ടർട്ടിൽ വൈൻ ഇട്ടിട്ട് തൂക്കിയിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ടർട്ടിൽ വൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ നേരെ താഴെയാണ് ആന്തൂറിയ ഉള്ളത്. ഇതിൽ പിങ്ക് ഉണ്ട്, വൈറ്റും പിന്നെ റെഡും ഇപ്പം പൂവില്ല കേട്ടോ, പിങ്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഭാഗത്തേക്ക് ഇതൊക്കെ സ്റ്റാൻഡിൻ്റെ മുകളിലാട്ടോ വെച്ചത്. ഇതിൻ്റെ ഓർക്കിഡാണ് ഈ കാണുന്നത്, ഗ്രൗണ്ട് ഓർക്കിഡ്. അത് ആന്തൂര്യത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വെച്ചത് കേട്ടോ ഓർക്കിഡ്. പിന്നെ ഇത് നമ്മുടെ ബാറ്റ് പ്ലാന്റ് ആണ്, അതിലിപ്പോൾ പൂവില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള ലുക്ക്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് എത്തി കേട്ടോ, അവിടെ നിന്ന് പോകുന്നതാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഒരു പാമ്പുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ലിപ്സ്റ്റിക് പ്ലാന്റും ഉണ്ട്, അരിപ്പൂവുണ്ട്. അരിപ്പൂവ് വൈറ്റും ഉണ്ട്, ചുവപ്പും ഉണ്ട്, മഞ്ഞയുണ്ട്. വെള്ള അരിപ്പൂവ് മാത്രമേ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പെന്നിവേർട്ടാണ്. ഇത് വെള്ളത്തിലും വളരും, പിന്നെ മണ്ണിലും വളരും. വെള്ളത്തിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതാട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിലെ ചെടികളാണ് ഈ കാണുന്നത് മുഴുവനും കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കാനുണ്ട്, അതിനി അടുത്ത വീഡിയോയിലാവാട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി, ബൈ.